മടങ്ങാൻ വഴികളില്ലാതെ 4 ദിവസമായി ചൂരൽമലയിൽ സ്ഥിരതാമസമാക്കിയ ഒരു KSRTC ബസ്. വർഷങ്ങളായി രാത്രിയിൽ മുണ്ടക്കയിലേക്ക് ഓടുന്ന അവസാന ബസ്സാണിത്. വയനാട് മണ്ണിടിച്ചിലുണ്ടായ ആ ദിവസവും രാത്രി 8:30 കൽപ്പറ്റയിൽ നിന്നും പുറപ്പെട്ടു. 9:45 ബസ് മുണ്ടക്കയിലെത്തുകയും ചെയ്തു. എന്നാൽ ബസ്സിൽ നിന്നിറങ്ങിയ പലരും ജീവിതത്തിലേക്കാണോ മരണത്തിലേക്കാണോ ഇറങ്ങിപ്പോയത് എന്നുപോലും ഇപ്പോഴും അറിയില്ല. ചൊവ്വാഴ്ച വെളുപ്പിനെ ആ നാടിനെ മണ്ണിടിച്ചിൽ തുടച്ചു നീക്കിയതോടെ ചൂരൽമലയിൽ സ്ഥിരതാമസമാക്കേണ്ടി വന്നു ഈ ബസ്സിന്. കണ്ടക്ടർ കൊടുവള്ളി തലപ്പെരുമണ്ണ സ്വദേശി CK മുഹമ്മദ് കുഞ്ഞിയും ഡ്രൈവർ PV സിജിത്തും ബസ്സിനൊപ്പം കുടുങ്ങിയിരുന്നു. ഒടുവിൽ ബെയിലി പാലം പൂർത്തിയായപ്പോഴാണ് ഇരുവരും തിരികെ എത്തിയത്. പതിവ് പോലെ തിങ്കളാഴ്ചയും ബസ് ചൂരൽമല ക്ഷേത്രത്തിന് മുന്നിലെ റോഡിലൂടെ ക്ലിനിക്കിന് മുന്നിലെത്തി അവിടെ പാർക്ക് ചെയ്തു. ക്ലിനിക്കിനോട് ചേർന്നുള്ള മുറിയിലാണ് ഡ്രൈവറും കണ്ടക്ടറും രാത്രി ഉറങ്ങാറുള്ളത്. ചൊവ്വാഴ്ച രാവിലെ 1 മണിയോടെയാണ് ഉരുൾപൊട്ടിയത്. പക്ഷേ ചൂരൽമലയിൽ നിന്ന് 2.5 കിലോമീറ്റർ ദൂരെയായതിനാൽ ഇവർ ശബ്ദം കേട്ടില്ല. 4 മണിയോടെ വീണ്ടും ഉരുൾപൊട്ടി. അകലെ നിന്ന് പാറക്കല്ലുകളും മരങ്ങളും ഒഴുകിവരുന്നതിന്റെ ശബ്ദം കേട്ടാണ് ഇരുവരും എഴുന്നേറ്റത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. രാവിലെ നേരം വെളുത്തപ്പോൾ ഇരുവരും പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. തങ്ങൾ കടന്നുവന്ന പാലമില്ല, അക്കരെ ചൂരൽമല അങ്ങാടിയില്ല, കെട്ടിടങ്ങളില്ല, വീടുകളും പാടികളും കാണാനില്ല. ഇരുവരും ഉടനെ ഫോണിൽ വീഡിയോ പകർത്തി എല്ലാവർക്കും അയച്ചു. പേടിയോടെ അല്ലാതെ ആ ദിനത്തെക്കുറിച്ച് ഓർക്കാനാവില്ലെന്ന് ഇരുവരും പറയുന്നുണ്ട്. മുണ്ടക്കയെ കവർന്ന ഉരുൾ തൂത്തെറിഞ്ഞത് 500-ന് മുകളിൽ വീടുകളാണ്. ചുറ്റും മണ്ണും കല്ലുമല്ലാതെ ഒന്നും കാണാനായിരുന്നില്ല. കാലുകുത്തിയാൽ കുഴിഞ്ഞ് താഴേക്ക് പോകുന്ന സ്ഥിതി. വീടിന്റെ മുകളിലെ റൂഫിനൊപ്പം മണ്ണ് മൂടിയിരുന്നു. ദുരന്തത്തിൽ 340 പേരാണ് ഇതുവരെ മരണപ്പെട്ടത്. ഇതിനോടകം 206 മൃതദേഹങ്ങളും 134 ശരീരഭാഗങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. തിരിച്ചറിയാൻ സാധിക്കാത്ത 74 മൃതദേഹം ഇന്ന് പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും. 206 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. മുണ്ടക്കയും പുഞ്ചിരിമട്ടവും കേന്ദ്രീകരിച്ചാകും ഇന്ന് തെരച്ചിൽ നടത്തുക. റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ തെരച്ചിലിനായി എത്തിയിട്ടുണ്ട്. 86 പേർ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. അതേസമയം ഇന്നലെ രക്ഷാപ്രവർത്തനത്തിനിടെ റഡാർ പരിശോധനയിൽ മണ്ണിനടിയിൽ നിന്നും ശ്വാസത്തിന്റെ സിഗ്നൽ ലഭിച്ചിടത്ത് പരിശോധിച്ചെങ്കിലും ജീവന്റെ തുടിപ്പ് കണ്ടെത്താൻ സാധിച്ചില്ല. 3 മീറ്റർ താഴ്ചയിൽ നിന്നാണ് സിഗ്നൽ ലഭിച്ചത്. ഉദ്യോഗസ്ഥർ സ്ഥലത്ത് സൂക്ഷ്മതയോടെ മണ്ണ് മാറ്റി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല.